emergency door is broken. Yeah. My seat is broken. Yeah. Then I see the pace little bit. Yeah. Then I will try to come out. Okay. A little bit fire. After me, I'm out. Then blast. I'm not jumping. Okay. I just walk out in it. Okay. Then ambulance coming inside the aeroplane. ടേക്ക് ഓഫിന് ശേഷം 30 സെക്കൻഡിനുള്ളിൽ അപകടമുണ്ടായി. എല്ലാം പെട്ടെന്ന്. എനിക്ക് ചുറ്റും മൃതദേഹങ്ങളായിരുന്നു. ജീവനും കൊണ്ട് പുറത്തേക്കിറങ്ങിയോടി. മരണത്തിന്റെ അറ്റത്തുനിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട 40 വയസ്സുകാരൻ വിശ്വാസ് കുമാർ രമേശിന്റെ വാക്കുകളാണിത്. ഒരൊറ്റ നിമിഷം കൊണ്ട് നിരവധി ജീവനുകൾ കണ്ണീർ പൂക്കളായി മാറിയ വിമാന ദുരന്തം. അതിനെ അതിജീവിച്ചത് ഒരേ ഒരാൾ. പിന്നിലുയർന്ന തീഗോളങ്ങളെ മറികടന്ന് രക്ഷാപ്രവർത്തകർക്കടുത്തേക്ക് വിശ്വാസ് ഓടിയടുക്കുകയായിരുന്നു. ഒരുപക്ഷെ ജീവൻ തിരികെ കിട്ടിയെന്ന് പോലും അയാൾക്കപ്പോൾ മനസ്സിലായിട്ടുണ്ടാകില്ല. ബോയിങ് 787 വിമാനത്തിലെ എമർജൻസി എക്സിറ്റിനോട് ചേർന്നുള്ള 11A നമ്പർ സീറ്റിലായിരുന്നു വിശ്വാസ് യാത്ര ചെയ്തിരുന്നത്. ആ വാതിലാണ് വിശ്വാസിന് പുനർജന്മം നൽകിയതും. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴും ഒപ്പം യാത്ര ചെയ്തിരുന്ന സഹോദരനെക്കുറിച്ചാണ് വിശ്വാസിന് അറിയേണ്ടിയിരുന്നത്. എന്നാൽ ജീവൻ നഷ്ടമായവരിൽ സഹോദരൻ അജയ് കുമാറും ഉണ്ടായിരുന്നു. മറ്റൊരു സഹോദരൻ ആശുപത്രിയിലെത്തി വിശ്വാസിനെ കണ്ടു. When the plane crashed, he really called my dad saying, "Oh, the plane's crashed." I'm not sure how I made out of the plane. He was confused and everything. He's like, "I can't see my other brother. I don't see any other passengers or anything." Even though he survived, yeah, it's a miracle. Like, still worried about my other brother. സഹോദരനെ നഷ്ടപ്പെട്ടതിന്റെ നടുക്കം. കണ്ണിൽ നിന്ന് മായാതെ നിൽക്കുന്ന ജീവനറ്റ നിരവധി പേർ. ബാക്കിയായ ജീവനുമേന്തിയുള്ള ഓട്ടം. വിശ്വാസ് ഇതിൽ നിന്നൊന്നും ഇപ്പോഴും മുക്തനായിട്ടില്ല. ശരീരത്തിനെ മുറിവിനേക്കാൾ അത് ആഴത്തിൽ നെഞ്ചിനെ കൊത്തിവലിക്കുന്നു. അസാർവയിലെ സിവിൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ള വിശ്വാസിന് ആശ്വാസവാക്കുകളുമായി പ്രധാനമന്ത്രി എത്തി. കഴിഞ്ഞ 20 വർഷമായി കുടുംബത്തോടൊപ്പം ലണ്ടനിലാണ് ബ്രിട്ടൻ പൗരത്വമുള്ള വിശ്വാസ് താമസിക്കുന്നത്. കുടുംബാംഗങ്ങളെ സന്ദർശിക്കാൻ സഹോദരനോടൊപ്പം നാട്ടിലെത്തി മടങ്ങുമ്പോഴായിരുന്നു ആ വലിയ ദുരന്തം. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.